ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 136. മലയുടെ താഴെ വെച്ച് കുഷ്ഠരോഗി സുഖപ്പെടുന്നു. ഭൂമിയെ സുഗന്ധപൂരിതമാക്കുകയും കണ്ണുകളെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന അനവധി പുഷ്പങ്ങൾക്കിടയിൽ വ്രണങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ നിറഞ്ഞ ഭീകരരൂപിയായ ഒരു കുഷ്ഠരോഗിയെ കാണുന്നു. ആളുകൾ പേടിച്ച് ഒച്ചവെക്കുകയും അയാളെ എറിയാനായി കല്ലുകൾ എടുക്കുകയും ചെയ്യുന്നു. ഈശോ കൈകൾ നീട്ടി അവരെ ശാന്തരാക്കിയ ശേഷം അയാളുടെ അടുത്തേക്ക് നടന്നു. കാര്യം മനസ്സിലാക്കിയ കുഷ്ഠരോഗി വന്ന് ഈശോയുടെ പാദാന്തികത്തിൽ വീണു. ഈശോ പറഞ്ഞു, "നീ തല പൊക്കി എന്നെ നോക്കുക. സ്വർഗത്തിൽ വിശ്വസിക്കുന്നവൻ അതിലേക്ക് നോക്കണം." അയാൾ തല പൊക്കി ഈശോയെ നോക്കി. വലതു കണ്ണിൻ്റെ ഭാഗത്ത് ഒരു ദ്വാരം മാത്രം, എല്ലാം ഒറ്റ വ്രണം. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, "ഞാൻ ആഗ്രഹിക്കുന്നു, നീ ശുദ്ധി പ്രാപിക്കുക." ഉടൻ തന്നെ അയാളുടെ വൈകൃതങ്ങളും വ്രണങ്ങളും മാറി ശുദ്ധജലത്തിൽ കഴുകിയെടുത്തതുപോലെ അയാളുടെ ശരീരം ശുദ്ധമായി. വലത് കണ്ണ് യഥാസ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു. ചുണ്ടുകൾ പല്ലുകളെ മറച്ചു. ജനക്കൂട്ടം അത്ഭുതപൂർവ്വം ആർത്തുവിളിച്ചു. അത് കേട്ടപ്പോഴാണ് അയാൾ സുഖം പ്രാപിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായത്. അയാൾ ഒരിക്കൽ കൂടി കരഞ്ഞുകൊണ്ട് പാദത്തിൽ വീഴുന്നു. "കരയരുത്, ഞാൻ പറയുന്നത് കേൾക്കുക. നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുക. എൻ്റെ കർത്താവെ, ഞാൻ സാക്ഷ്യപ്പെടുത്തേണ്ടത് അവിടുത്തെ മുൻപിലാണ്. എൻ്റെ ഉപദേശത്തെ മാനിച്ചുകൊണ്ട് നീ എനിക്ക് സാക്ഷ്യപ്പെടുത്തും. പോയിക്കൊള്ളുക." അത്ഭുതകരമായി സുഖം പ്രാപിച്ച ആ മനുഷ്യൻ്റെ അല്പം അടുത്തുവരെ ചെന്ന് ജനം അഭിനന്ദിച്ചു. അയാൾക്ക് ആവശ്യമുള്ളത് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചിലർ നാണയത്തുട്ടുകൾ, ചിലർ അപ്പവും ഭക്ഷണ സാധനങ്ങളും. ഒരാൾ അയാളുടെ മേലുടുപ്പ് ഊരിയെറിഞ്ഞു. ഒരാൾ ചെരുപ്പുകൾ നൽകി. ഈശോ അത് കണ്ടിട്ട് ചോദിച്ചു, "ഇനി നിങ്ങൾ എങ്ങനെ പോകും?" "ഏയ്, അത് സാരമില്ല. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ നഗ്നപാതനായി പോയിക്കൊള്ളാം. അയാൾക്ക് വളരെ ദൂരം പോകാനുണ്ടല്ലോ." ഈശോ അയാളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ജനങ്ങൾ ഈശോയുടെ ചുറ്റും കൂടി നിന്നു. ആ വലയം ഭേദിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. സാബത്ത് ആരംഭിക്കുകയാണ്. എന്നാൽ ജനങ്ങൾക്ക് സ്വന്തം ഗ്രാമങ്ങളെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. അപ്പോസ്തലന്മാർ ഇവയെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലരായി. അവിടെ സ്ത്രീകളും കുട്ടികളും ഉണ്ട്. അവർക്ക് നക്ഷത്രങ്ങളെയോ കല്ലുകളെയോ ഭക്ഷിക്കാൻ കഴിയുകയില്ലല്ലോ. ഈശോയ്ക്ക് മാത്രം യാതൊരു ഉത്കണ്ഠയുമില്ല. ആ സമയത്ത് ജനങ്ങൾ തങ്ങളുടെ പക്കൽ ബാക്കിയുള്ള ആഹാരപദാർത്ഥങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി. ഈ കാഴ്ച ഈശോ അപ്പോസ്തലന്മാർക്ക് കാണിച്ചു കൊടുത്തു. "സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ജനങ്ങൾ വാസ്തവത്തിൽ നിങ്ങളെക്കാൾ വിലപ്പെട്ടവരാണ്. ദൈവം തൻ്റെ മക്കൾക്ക് നാളത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം തരുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർ പോയിക്കൊള്ളുക എന്ന് ഞാൻ പറഞ്ഞതാണ്." എന്നിട്ടും അവർ പോയില്ല. ദൈവം തൻ്റെ മിശിഹായെ വഞ്ചിക്കുകയോ അവനിൽ പ്രത്യാശ വച്ചവരെ നിരാശപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അപ്പോസ്തലന്മാർ അതത്ര കാര്യമായി എടുക്കാതെ തോൾ വെട്ടിച്ചു. സൂര്യൻ അസ്തമിച്ചതോടെ എല്ലാം നിശബ്ദമായി. പക്ഷികൾ അന്തിമഗാനം ആലപിച്ച ശേഷം നിശബ്ദമായി. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു. മുതിർന്നവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുകയും ഇടയ്ക്കിടെ വന്ന് ഈശോയോട് സംസാരിക്കുകയും ചെയ്തു. ആ സമയം വയലുകൾക്കിടയിലൂടെ മാന്യമായി വസ്ത്രധാരണം ചെയ്ത ഒരാൾ ചില അനുയായികളുമായി വന്ന് ഈശോയെ സമീപിച്ച് വണങ്ങി. ഈശോയും എഴുന്നേറ്റ് നിന്ന് പ്രത്യഭിവാദനം ചെയ്തു. അയാൾ പറഞ്ഞു, "മലമുകളിലുണ്ടായിരുന്ന ഒരാളാണ്. വിശന്നിരിക്കാൻ കഴിയാതെ അല്ല ഞാൻ പോയത്. മറ്റൊരു കാരണം കൊണ്ടാണ്. ഞാൻ ഈ സഹോദരന്മാരുടെയൊക്കെ മൂത്ത സഹോദരനാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ശാസ്ത്രിയാണെങ്കിൽ കൂടി അവിടുത്തെ ശത്രുവല്ല. ഈ തീർത്ഥാടകർക്ക് കുറേ ഭക്ഷണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് ഞാൻ പോയത്. ഈ കാണുന്നതെല്ലാം എൻ്റെ വയലുകളാണ്. ഈ ഭക്ഷണം ജനങ്ങൾക്ക് നാളെ കൊടുക്കുവാനും സാബത്ത് ആഘോഷിക്കുവാനും എന്നെ അനുവദിക്കുക. പിതാവായ ദൈവം അതിന് നിനക്ക് പ്രതിഫലം തരും. ഞാനും നിന്നെ അനുഗ്രഹിക്കുന്നു. ജനക്കൂട്ടം വളരെ വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിലെനിക്ക് ബുദ്ധിമുട്ടുമില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നല്ല വിളവ് കിട്ടി. ഈ വർഷം കതിര് വന്ന് നിൽക്കുന്നത് അങ്ങേക്ക് കാണാമല്ലോ. ഇത് എൻ്റെ വയലുകൾക്ക് ചെയ്യാവുന്നതിലേക്കും വലിയ സംരക്ഷണമാണ്. അവിടുന്ന് എനിക്ക് അപ്പം തന്നല്ലോ. അവിടുന്ന് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അപ്പമാണ്." ഈശോയോട് വിട പറഞ്ഞ് അയാൾ നാളത്തെ ഒരുക്കത്തിനായി പോയി.